ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പറഞ്ഞു. എന്താ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? വയുസ്തഹബ്ബു അൻ യുഖറഅ ഇൻദഹു ശൈഉൻ മിനൽ ഖുർആനി. മയ്യിത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ ഖുർആനിൽ നിന്ന് അല്പം ഓതൽ മുസ്തഹബാണ്, സുന്നത്താണ്. ഖുർആൻ പരിപൂർണമായി ഓതുകയാണെങ്കിലോ മയ്യിത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ കാന ഹസന, അത് ഏറ്റവും നല്ലതാണ് എന്ന് ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മജ്മുഅ 5-ാം വാള്യത്തിൽ ഉള്ള കാര്യം നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. ഇതേപോലെ തന്നെയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ മുഹദ്ദബ് 5-ാം വാള്യത്തിൽ 29-ാം പേജിലും പറഞ്ഞു. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പാരായണത്തിന് എതിരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വിമർശിക്കുന്നവരുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണത്തെ വിമർശിക്കുന്നവരുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖബറിന്റെ അടുക്കൽ സാധ്യമാകുന്ന അത്രയും ഖുർആൻ പാരായണം നടത്തുകയും മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം എന്നാണ്. ഇത് ഫതാവൽ കുബ്ര 2-ാം വാള്യത്തിൽ 27-ാം പേജിൽ കാണാൻ കഴിയും. സാധ്യമാകുന്ന അത്രയും മയ്യത്തിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യണം, എന്ന് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. ഖുർആൻ പാരായണത്തിന് പ്രതിഫലം ലഭിക്കുകയില്ല എങ്കിൽ മഹാനായ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയില്ലല്ലോ. പ്രയോജനം കിട്ടുന്നതുകൊണ്ടല്ലേ, പ്രതിഫലം മയ്യത്തിന് കിട്ടും, അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പ്രകാരം പറഞ്ഞത്. പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് പറയപ്പെട്ടതോ, അതിന്റെ കാരണം ഒന്ന്, മയ്യത്തിന്റെ അടുക്കൽ വെച്ച് പാരായണം ചെയ്യാത്തപ്പോഴാണ്. മയ്യത്തിന്റെ അടുക്കൽ വെച്ച് പാരായണം ചെയ്തില്ല എങ്കിൽ പ്രതിഫലം ലഭിക്കുകയില്ല, അകലെയാണെങ്കിൽ. അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം എന്താണ്? അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന് ശേഷം ആ പാരായണത്തിന്റെ പ്രതിഫലം മയ്യത്തിന് ഹദിയ ചെയ്ത് ദുആ ചെയ്യാത്തപ്പോഴാണ്. ഒന്നുകിൽ മയ്യത്തിന്റെ അടുത്ത് വെച്ച് പാരായണം ചെയ്തില്ലെങ്കിൽ മയ്യത്തിന് പ്രതിഫലം കിട്ടൂല. അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്തു, അതിന്റെ പ്രതിഫലം മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്തില്ല. ഈ സന്ദർഭത്തിലാണ് മയ്യത്തിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. തുഹഫ 7-ാം വാള്യത്തിൽ 74-ാം പേജിൽ കാണാം.